ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് 2024 പുറത്തിറങ്ങിയ ഗുണ്ടൂർ കാരം എന്ന മൂവിനെ കുറിച്ചിട്ടാണ്. ചെറുപ്പത്തിലെ അമ്മയുടെ സ്നേഹം നഷ്ടമാവുന്ന നായകൻ, അതിനിടയാവുന്ന ഒരു കാരണം, അത് വിശദീകരിച്ച് പറയുന്ന ഒരു ഫാമിലി മൂവിയാണിത്. സോ ഈ മൂവിന്റെ കഥ ഞാൻ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാം. ഞങ്ങളുടെ ഈ ചാനലിലേക്ക് ഇതുപോലെ വോയിസ് ഓവർ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. സോ നിങ്ങൾക്ക് അതിന് കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന ഇമെയിൽ ID ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങൾ കൊടുക്കുന്നുണ്ടാവും. സോ ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട്. മൂവിയുടെ സ്റ്റാർട്ടിംഗിൽ സത്യനാരായണൻ എന്ന് പറയുന്ന ഒരു വ്യക്തിനെ അയാളുടെ ഭാര്യ വസുന്ധരനെയും കാണിക്കുന്നു. അവർക്കൊരു മകനുണ്ട്. അവനാണ് നമ്മുടെ ഈ മൂവിയിലെ നായകൻ. അങ്ങനെ നല്ല രീതിയിൽ അവർ ബിസിനസ് എല്ലാം ഡെവലപ്പ് ചെയ്ത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയം അവരുടെ മെയിൻ ശത്രുവായ മാർസ് എന്ന് പറയുന്ന ഒരു വ്യക്തി അവരുടെ ഫാക്ടറിക്ക് തീയിട്ട് അവരുടെ ബിസിനസ് എല്ലാം പൊളിക്കുകയാണ്. മാർസും അയാളുടെ ബ്രദറായ ലെനിനും കൂടിയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. എന്നാൽ ഈ കാര്യം അറിഞ്ഞതിന് ശേഷം നമ്മുടെ നായകന്റെ അച്ഛൻ, അതായത് സത്യനാരായണൻ, ഒരുപാട് സങ്കടപ്പെടുന്നു. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഫാമിലി മുഴുവൻ ഈ കാര്യം അറിഞ്ഞ് തകർന്നു പോവുകയാണ്. എന്നാൽ ഇത്രയും വലിയൊരു കാര്യം അങ്ങനെ വെറുതെ വിടാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ സത്യനാരായണനും അയാളുടെ ആൾക്കാരും കൂടി ചെന്ന് ഇത് ചെയ്ത് ലെനിനോടും മാർസിനോടും പ്രശ്നം ഉണ്ടാക്കുന്നു. ഈ സമയം അവന്മാര് സത്യനാരായണനെ ഉപദ്രവിക്കാൻ വരുവാണ്. ഇതേ സമയം അയാളുടെ കൂടെ അയാളുടെ അനിയത്തിന്റെ ഭർത്താവും കൂടി ഉണ്ടായിരുന്നു. എന്നാൽ ഈ കാഴ്ച കാണുമ്പോൾ അയാൾക്കാകെ ദേഷ്യം വരുന്നു. എന്റെ അളിയന്റെ മേത്ത് കൈ തൊടാൻ ആയോടാ നീ എന്ന് ചോദിച്ചുകൊണ്ട് അയാൾ ഈ സമയം പെട്ടെന്ന് അവിടുന്ന് ഒരു വാളെടുത്ത് ലെനിൻ എന്ന് പറയുന്ന വ്യക്തിന്റെ തല വെട്ടുന്നു. അപ്പത്തെ ആ ഒരു ആവേശത്തിന്റെ പുറത്ത് അങ്ങനെ സംഭവിച്ചു പോയതാണ്. എന്തായാലും പ്രശ്നം സീരിയസ് ആയി. അങ്ങനെ ലെനിൻ മരിക്കുവാണ്. അയാളെ വെട്ടിയത് അനിയത്തിന്റെ ഭർത്താവാണെങ്കിലും അറസ്റ്റ് ആവേണ്ടി വരുന്നത് നായകന്റെ അച്ഛനാണ്. ഇതെന്താ ഇങ്ങനെയെന്നല്ലേ ഈ സമയത്ത് നിങ്ങൾ ചിന്തിക്കുന്നത്? അതൊരു ക്ലൈമാക്സ് ട്വിസ്റ്റ് ആണ്. എന്തായാലും ഇപ്പൊ സത്യനാരായണനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയുണ്ട്. ഇതേ സമയം വീട്ടിലുണ്ടായിരുന്ന അയാളുടെ ഭാര്യ, അതായത് നായകന്റെ അമ്മയായ വസുന്ധര, ഇനി ഈ വീട്ടിൽ നിൽക്കുന്നില്ല എന്നും പറഞ്ഞ് അങ്ങനെ അവിടെ വിട്ട് അവളുടെ വീട്ടിലേക്ക് ഇറങ്ങി പോവാണ്. ഈ ഒരു സമയത്ത് വസുന്ധര അങ്ങനെ വീട് വിട്ടു പോകാൻ ഒരു കാരണമുണ്ട്. അത് നമുക്ക് ക്ലൈമാക്സിൽ നോക്കാം. അങ്ങനെ ആ സീനോടെ കട്ടായി അടുത്ത സീനില് വസുന്ധരന്റെ അച്ഛനെ കാണിക്കുന്നു. ഈ ക്യാരക്ടർ ചെയ്യുന്നത് പ്രകാശ് രാജാണ്. ഇയാളുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടിന്റെ ഉയർന്ന ഒരു നേതാവാണ്. ഇപ്പൊ വസുന്ധര വീട് വിട്ട് ഇറങ്ങി വന്നോണ്ട്, അതായത് ഭർത്താവിന്റെ വീട് വിട്ട് ഇറങ്ങി വന്നോണ്ട് മോൾക്ക് അധികം പ്രായമൊന്നും ആയിട്ടില്ലല്ലോ, ഇനി ഒരു ജീവിതം ആവാന്നും പറഞ്ഞോണ്ട് അയാൾക്ക് പരിചയമുള്ള ഒരു വ്യക്തിനെ കൊണ്ട് വസുന്ധരനെ കല്യാണം കഴിപ്പിക്കുന്നു. അങ്ങനെ അവിടുന്ന് കുറച്ചു നാൾ കഴിഞ്ഞ് ആ വ്യക്തിയില് വസുന്ധരയ്ക്ക് ഒരു ആൺകുഞ്ഞു ഉണ്ടാവുന്നു. അങ്ങനെ ആ കുട്ടീനെ പ്രകാശ് രാജു അയാളുടെ കുടുംബവും ഒരുപാട് കെയർ ചെയ്ത് നോക്കി വളർത്തുവാണ്. അപ്പൊ നമ്മുടെ നായകനൊന്നൊരു ചിന്ത വരും. നായകൻ ഇപ്പോഴുള്ളത് അവന്റെ അച്ഛന്റെ വീട്ടിലാണ്. അങ്ങനെ ഇപ്പൊ ആ സീക്വൻസ് എല്ലാം കാണിച്ചുകൊണ്ട് ആ സീനോടെ കട്ടാക്കി ഒരു 25 കൊല്ലങ്ങൾക്ക് ശേഷം കഥ കാണിക്കാൻ തുടങ്ങുന്നു. ഇപ്പൊ വസുന്ധര അവിടുത്തെ മിനിസ്റ്ററാണ്. അവളുടെ അച്ഛൻ പാർട്ടിയിലെ വലിയൊരാളാണെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. അതുവഴിയാണ് അവൾക്ക് ഈ സ്ഥാനം കിട്ടിയത്. ഇനി അയാൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് വസുന്ധരന്റെ രണ്ടാമത്തെ വിവാഹത്തിലുണ്ടായ മകനില്ലേ, അവനെ തന്റെ വാരിസായി പ്രഖ്യാപിച്ച് അവന് രാഷ്ട്രീയത്തിൽ വലിയൊരു സ്ഥാനമായി കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഇപ്പൊ അയാൾ അതിനുവേണ്ടിയെല്ലാം ശ്രമിക്കുന്ന സമയം വസുന്ധരന്റെ രണ്ടാമത്തെ മകനെ കാണിക്കുന്നു. പ്രകാശ് രാജു അയാളുടെ ആൾക്കാരും കൂടെ കൂടിയിട്ട് അവനെ മോൾഡ് ചെയ്തെടുക്കാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ടെങ്കിലും അവനെ കൊണ്ട് അതിനൊന്നും കഴിയുന്നില്ല. എന്നാലും പ്രതീക്ഷ കൈവിടാതെ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതേ സമയം തന്നെ പ്രകാശ് രാജിന്റെ PA പ്രകാശ് രാജിനോട് പറയുവാണ്, സാറ് വസുന്ധരന്റെ രണ്ടാമത്തെ മകനെ വാരിസായിട്ട് പ്രഖ്യാപിച്ച മൂത്ത മകൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കില്ലേ എന്ന്. ഇത് കേൾക്കുന്ന സമയത്ത് പ്രകാശ് രാജ് അതിനെപ്പറ്റി ഒന്ന് ആലോചിക്കുവാണ്. താൻ പറഞ്ഞത് ശരിയാ, അവൻ എന്തെങ്കിലും പ്രശ്നമായിട്ട് വന്നാൽ പിന്നെ ആകെ പുലിവാലി പിടിക്കേണ്ടി വരും. ഒന്നാമത് ഇലക്ഷൻ ഇങ്ങ് അടുത്തെത്തി. അതുകൊണ്ട് ആ കാര്യം വേണ്ട രീതിയിൽ ഡീൽ ചെയ്യാം. ഇങ്ങനെയല്ല അയാൾ പറയുന്നു. അയാൾ ഉദ്ദേശിച്ചു വരുന്നത് എന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ വസുന്ധരയായിട്ട് ഒരു ബന്ധമില്ലാന്ന് നായകനെ കൊണ്ട് എഴുതി വാങ്ങിക്കാന്നാണ്. കാരണം ഈ കഴിഞ്ഞ കാലം അത്രയും ഒരു അമ്മേന്റെയും മകന്റെ ഒരു ബന്ധമില്ലാതെയാണല്ലോ അവർ ജീവിച്ചു വന്നത്. അങ്ങനെ ഇപ്പൊ അതിന് വേണ്ട കാര്യങ്ങൾ എല്ലാവരും ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ ആ സീനോടെ കട്ടെ അടുത്ത സീനില് രമണ എന്ന് പറയുന്നത് നമ്മുടെ നായകനെ കാണിക്കുവാണ്. നായകൻ ഇപ്പൊ അവന്റെ പഴയ ഫാമിലി ബിസിനസ് എല്ലാം നോക്കി നടത്തി അങ്ങനെ ജീവിച്ചു വരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നായകനെ കൊണ്ട് ആ പേപ്പറിൽ സൈൻ ചെയ്യിച്ച് വാങ്ങാൻ വേണ്ടി നായകന്റെ മുത്തശ്ശൻ, അതായത് പ്രകാശ് രാജ്, അവനെ അവിടേക്ക് വിളിപ്പിക്കുവാണ്. അങ്ങനെ ഈ കാര്യങ്ങളൊന്നും അറിയാതെ നായകൻ അവിടേക്ക് എത്തുന്നു. എന്തായാലും വിളിച്ചത് മുത്തശ്ശനല്ലേ എന്ന് വിചാരിച്ചോണ്ട്. അങ്ങനെ ഇപ്പൊ അവിടേക്ക് അയാളെ കാണുമ്പോൾ അയാൾ ഈ കാര്യം പറയുമ്പോൾ നായകൻ ഒരുപാട് ദേഷ്യവും വിഷമവും എല്ലാം ആവുന്നു. കാരണം ഈ കഴിഞ്ഞ കാലം മുഴുവൻ നായകൻ അവന്റെ അമ്മ അവനെ സ്വീകരിക്കുന്നതായിട്ട് മനസ്സിൽ സ്വപ്നം കണ്ട് ജീവിച്ചു വരുമായിരുന്നു. അങ്ങനെയുള്ള ഒരാളോട് ഈ ഒരു കാര്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ പ്രതികരിക്കുള്ളൂ. സോ നായകനും അങ്ങനെ പ്രതികരിക്കുവാണ്. അതായത് നിങ്ങളിപ്പോ ഈ ആവശ്യപ്പെട്ട കാര്യം നടക്കില്ല എന്ന് പറഞ്ഞ് നായകനോട് പ്രശ്നം ഉണ്ടാക്കി ഇറങ്ങി പോകുന്നു. ഇപ്പോഴാണ് നായകന്റെ മുത്തച്ഛന് മനസ്സിലായത് ഇതൊരു നിസ്സാര കാര്യമല്ലാന്ന്. അതായത് നായകന്റെ കയ്യിൽ നിന്ന് ഒപ്പ് കിട്ടുക എന്നുള്ളത് അത്ര ഈസി അല്ലാന്ന്. അങ്ങനെ ആ സീനോടെ കട്ടായ അടുത്ത സീനില് നമ്മുടെ നായകന്റെ വീട് കാണിക്കുന്നു. നായകനൊരു അമ്മേന്റെ കുറവ് വരുത്താതെ അവന്റെ അച്ഛന്റെ അനിയത്തി, അതായത് അവന്റെ ആന്റി, നല്ല രീതിയിൽ തന്നെയാണ് അവനെ നോക്കി വളർത്തിയിട്ടുണ്ടായിരുന്നത്. അവർക്കൊരു മകളാണ്. ഇതേ സമയം തന്നെ അന്ന് ആ കേസിൽ ജയിലിൽ പോയ നായകന്റെ അച്ഛൻ റിലീസായി വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അച്ഛൻ തിരിച്ചു വന്നിട്ടും പണ്ടത്തെ ആ ഒരു ബന്ധം നായകൻ അച്ഛനുമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്നില്ല. അതായത് ഇപ്പൊ ശരിക്കും അവർ സംസാരിക്കാറ് കൂടിയില്ല. അമ്മ തന്നെ വിട്ടു പോകാൻ കാരണം അച്ഛനാണെന്നാണ് അവൻ വിശ്വസിച്ചിരിക്കുന്നത്. അതാണ് അവർ തമ്മിലുള്ള അകൽച്ചേന്റെ ഏറ്റവും വലിയ കാരണം. അങ്ങനെയിരിക്കുന്ന ഒരു ഘട്ടത്തിൽ നമ്മുടെ നായകന്റെ അച്ഛൻ നായകനോട് ഈ കാര്യത്തിനെ പറ്റി സംസാരിക്കുകയാണ്. അമ്മ പിരിഞ്ഞു പോയതിന് നീ എന്നോട് ദേഷ്യം കാണിച്ചിട്ട് കാര്യമില്ല. തെറ്റിയത് ഞാനാണെങ്കിൽ അവൾ എന്നോടല്ല ദേഷ്യം കാണിക്കണ്ടേ. ഒരു തെറ്റും ചെയ്യാത്ത നിന്നോട് അത് കാണിച്ചിട്ട് എന്താ കാര്യം? ഈ കഴിഞ്ഞ കാലയളവിനുള്ളിൽ ഒരു പ്രാവശ്യമെങ്കിലും അവള് നിന്നെ വന്ന് കണ്ടോ? ഇങ്ങനെയല്ല അയാൾ നായകനോട് ചോദിക്കുകയും ചെയ്യുവാണ്. ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് അച്ഛൻ പറയുന്നതിലും കാര്യമുണ്ടെന്ന് നായകൻ മനസ്സിലാക്കുന്നു. അങ്ങനെ അമ്മേന്റെ വീട്ടുകാർ ആവശ്യപ്പെട്ട പോലെ തനിക്ക് അമ്മയുമായിട്ടൊരു ബന്ധമില്ലാന്ന് ആ പേപ്പേഴ്സിൽ സൈൻ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് നായകൻ അങ്ങനെ അവിടേക്ക് തിരികെ എത്തുന്നു. ഈ സമയമാണ് അവിടെ വെച്ച് പ്രകാശ് രാജിന്റെ വക്കീൽ
വക്കീലിന്റെ മകളെ നായകൻ യാദൃശികമായിട്ട് കാണുന്നത്. എന്തോ കണ്ടപ്പോ തന്നെ നായകൻ അവളെ വല്ലാതെ ഇഷ്ടാവുന്നു. ഇവളാണ് നമ്മുടെ മൂവിലെ നായിക, ഇവളുടെ പേര് അമ്മു. അങ്ങനെ അടുത്ത സീനിൽ വക്കീലും നായകനെയും കൂട്ടിക്കൊണ്ട് ആ പേപ്പേഴ്സിൽ സൈൻ ചെയ്യാൻ വേണ്ടി അവന്റെ മുത്തച്ഛന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നു. ഓ, നിനക്ക് ഇപ്പോഴെങ്കിലും നല്ല ബുദ്ധി തോന്നിയല്ലോ. ശരി, പെട്ടെന്ന് ഒപ്പിട്ട് പോകാൻ നോക്കുന്ന ഈ സമയത്ത് പ്രകാശ് രാജ് പറയുന്നു. എന്നാൽ ഈ സമയം നായകൻ ഒരു ഡിമാൻഡ് ഇടുവാണ്. ഞാൻ ഒപ്പിട്ട് തരണമെങ്കിൽ എനിക്ക് എന്റെ അമ്മേനെ ഒന്ന് അവസാനമായിട്ട് കാണുന്നു. ഇത് കേൾക്കുന്ന പ്രകാശ് രാജ്, നീ ആദ്യം സൈൻ ഇട്, എന്നിട്ട് അമ്മേനെ കാട്ടിത്തരാന്ന് പറയുവാണ്. അത് പറ്റില്ല, അമ്മേനെ കണ്ടാലേ ഞാൻ സൈൻ ചെയ്യുള്ളൂ, ഇങ്ങനെ നായകൻ ഈ സമയത്ത് പറയുന്നു. ഇത് കേൾക്കുന്ന അയാൾക്കാകെ ദേഷ്യം വരുവാണ്. അങ്ങനെ അയാൾ നായകനെ വഴക്കെല്ലാം പറയുന്നു. അയാൾക്ക് ഇത്രയും പ്രായമായതല്ലേ. നായകനോട് അങ്ങനെ ഷൗട്ട് ചെയ്യുന്ന സമയത്ത് അയാൾക്ക് പെട്ടെന്ന് ചുമയെല്ലാം വരുവാണ്. ഈ സമയം നായകൻ പറയാണ്, ഞാൻ എന്റെ അമ്മേനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞതിന് നിങ്ങൾ ഇത്രയധികം പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട. ഞാൻ പറഞ്ഞ ഡിമാൻഡ് നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയാത്തതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ കാര്യം ചെയ്യാൻ എനിക്കും കഴിയില്ല. സോ ഞാൻ സൈൻ ചെയ്യില്ല എന്നും പറഞ്ഞ് നായകൻ ഈ സമയത്ത് അവിടെ ഇറങ്ങി പോകുന്നു. ഇതേ സമയം നായകൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവിടെ ഇറങ്ങി പോകുന്നത് ബാൽക്കണിയിൽ നിന്നുകൊണ്ട് അവന്റെ അമ്മ നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് നായകൻ മനസ്സിലാക്കുന്നു. അടുത്ത സീനിൽ പ്രകാശ് രാജ് അയാളുടെ വക്കീലിനോട് പറയുവാണ്, ആ ചെക്കനാകെ സീനാക്കിക്കൊണ്ടിരിക്കുക. അവന്റെ സൈൻ കിട്ടാതെ നമ്മുടെ പദ്ധതികളൊന്നും നടക്കില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവനെ കൊണ്ട് ആ പേപ്പേഴ്സിൽ സൈൻ ചെയ്ത് വാങ്ങണം. താനൊരു വക്കീലല്ലേ, എന്തെങ്കിലും വക്കീൽ ബുദ്ധി ഉപയോഗിച്ച് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാനും അയാൾ വക്കീലിനോട് പറയുന്നു. അങ്ങനെ ഇപ്പൊ വക്കീൽ അതിനെന്താ ഒരു വഴി ആലോചിക്കുവാണ്. അപ്പോഴാണ് അയാൾ മറ്റൊരു കാര്യം അറിയുന്നത്. അന്ന് നായകൻ ഇയാളുടെ മകളെ കണ്ടിഷ്ടപ്പെടുന്നുണ്ടായിരുന്നല്ലോ. അന്ന് മുതൽ നായകൻ ഇവളെ ഫോളോ ചെയ്യുവാണ്, ഇവളെ എങ്ങനെയെങ്കിലും വളയ്ക്കാൻ വേണ്ടി. അങ്ങനെ ഈ കാര്യം മനസ്സിലാക്കുന്ന അയാൾ അങ്ങനെയാണെങ്കിൽ മകളെ വെച്ച് നായകനെ വശത്താക്കാന്ന് വിചാരിക്കുന്നു. അങ്ങനെ മകളോട് നായകനെ പ്രണയിക്കുന്നവരെ നടിച്ച് ആ സൈൻ വാങ്ങി തരണമെന്നും അവളുടെ അച്ഛനായ വക്കീൽ പറയുവാണ്. അങ്ങനെ അവൾ അതിന് ശ്രമിക്കുന്നു. ഇതേസമയം ദാസ് എന്ന് പറയുന്നൊരു വ്യക്തിനെ കാണിക്കുവാണ്. ഇയാൾ അവിടുത്തെ വലിയൊരു ഗുണ്ടയാണ്. ഇയാളെ പറ്റി നാട്ടിൽ നിരന്തരമായ കേസ് വരാൻ തുടങ്ങുമ്പോൾ അവിടുത്തെ മന്ത്രിയായ വസുന്ധര അയാളെ അറസ്റ്റ് ചെയ്ത് ജയിലടയ്ക്കാൻ പോലീസുകാർക്ക് ഓർഡർ കൊടുക്കുന്നു. അങ്ങനെ ഈ കാര്യം ദാസ് എന്ന് പറയുന്ന റൗഡിക്ക് വസുന്ധരയോട് ഒരുപാട് ദേഷ്യം ഉണ്ടാക്കാൻ കാരണമാവുന്നു. അങ്ങനെ ആ സീനോട് കട്ടായ അടുത്ത സീനില് നമ്മുടെ നായകനെയും അമ്മുവിനെയും കാണിക്കുവാണ്. അമ്മുവാണെങ്കിൽ പച്ചൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നായകന്റെ വീട്ടിലേക്ക് എത്തി നായകനെ വളച്ചൊടിച്ച് സെറ്റാക്കി ആ സൈൻ വാങ്ങി എടുക്കാനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ അവളെ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവൾ വിചാരിച്ച കാര്യം നടക്കുന്നില്ല. അങ്ങനെയിരിക്കുന്ന ഒരു ദിവസം അമ്മു കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ അവിടെ ആ സിറ്റിയിലുള്ള ഒരു പ്രതിമയില് അവളുടെ കാർ ഇടിച്ച് ആ പ്രതിമേന്റെ തലയോടെയും. അതാരുടെയാണെന്നറിയാവോ? മൂവിയുടെ സ്റ്റാർട്ടിങ്ങില് നായകന്റെ കുടുംബത്തിന്റെ ആ ബിസിനസ് എല്ലാം തകർത്ത് കളഞ്ഞു ആ ലെനിൻ എന്ന് പറയുന്ന ആ വ്യക്തിന്റെ പ്രതിമയായിരുന്നു അത്. എന്തായാലും ഇപ്പൊ ഇങ്ങനെ സംഭവിച്ചു പോയതുകൊണ്ട് ഇത് ചെയ്ത നായകനോട് അയാളുടെ ആൾക്കാര്, അതായത് അയാളുടെ ബ്രദറും അയാളുടെ ആൾക്കാരും കൂടി പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങുന്നു. ഈ സമയം ഈ കാര്യങ്ങൾ അറിഞ്ഞ് പെട്ടെന്ന് തന്നെ നായകനോടേക്ക് എത്തുവാണ്. ഓൾറെഡി നായകൻ ഇവരോട് തീർത്ത ദേഷ്യം ഉണ്ടല്ലോ. ഇപ്പൊ ഇതും കൂടി ആവുമ്പോൾ നായകൻ ആ പ്രതികാരം ചെറുതായിട്ടൊന്ന് പൊടി തേടിയെടുക്കുവാണ്. അതായത് നായകനെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന ആ മാർസിനെ അയാളുടെ ആൾക്കാരെ വേണ്ട രീതിയിൽ പെരുമാറുന്നു. അങ്ങനെ ഇപ്പൊ ഈ ഒരു കാര്യം നടന്നുകൊണ്ട് അവർക്ക് നായകനോട് ഒരുപാട് ദേഷ്യം ഉണ്ടാവാൻ തുടങ്ങുന്നു. എന്നാലും ഇപ്പൊ ആവത്ത സമയത്ത് നായകനെ സഹായിച്ചുകൊണ്ട് നായകനോട് അവൾക്ക് ഒരു സിൻസിയർ ആയിട്ടുള്ള പ്രണയം ഉണ്ടാവാൻ തുടങ്ങുവാണ്. അതുകൊണ്ട് തന്നെ പിന്നീട് അവളുടെ അച്ഛനെ ഏൽപ്പിച്ച ആ ദൗത്യത്തിൽ നിന്ന് അവള് പിന്മാറുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത സീനിൽ ആ വക്കീൽ ഈ കാര്യങ്ങളെല്ലാം പ്രകാശ് രാജിനെ അറിയിച്ച് അവന്റെ കയ്യിൽ നിന്ന് ഒപ്പ് വാങ്ങാൻ ഒരു നിവൃത്തിയില്ല സാറേ എന്ന് പറയുകയാണ്. ഈ സമയം പ്രകാശ് രാജ് ഇനി എന്ത് ചെയ്യുന്നു ആലോചിക്കുന്നു. അങ്ങനെ അയാളുടെ കുരുട്ടുബുദ്ധിയിൽ മറ്റൊരു കാര്യം തോന്നുവാണ്. നായകനെ എന്തെങ്കിലും കള്ളക്കേസ് ഉണ്ടാക്കി പോലീസിനെ കൊണ്ട് വിടിപ്പിച്ച് പുറത്തു വിടണമെങ്കിൽ ആ പേപ്പേഴ്സിൽ സൈൻ ചെയ്തു തരണമെന്ന് പറയുകയെന്ന്. അങ്ങനെ അവർ ആ രീതിയിൽ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ കേസിൽ നിന്ന് നായകൻ ഒരു പോരുന്നു. അത് കഴിഞ്ഞ് നായകൻ ആ ദേഷ്യം തീർക്കാൻ വേണ്ടി നേരെ അവന്റെ മുത്തച്ഛന്റെ വീട്ടിലേക്ക് എത്തുന്നു. എന്നിട്ട് അവിടെയുള്ള ടിവിയും ടേബിളും വിൻഡോസ് എല്ലാം അടിച്ചു പൊട്ടിക്കുവാണ്. ഇതേസമയം ഈ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് അവിടേക്ക് നായകന്റെ അമ്മ വസുന്ധര ഇറങ്ങി വരുന്നു. അങ്ങനെ ഇപ്പൊ അവിടെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന നായകനോട് നിർത്തിയിട്ട് മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോടാന്ന് അവര് പറയുവാണ്. ഏകദേശം 25 കൊല്ലങ്ങൾക്ക് ശേഷമാണ് നായകൻ അവന്റെ അമ്മേനെ കാണുന്നത്. സ്നേഹത്തോടു കൂടിയുള്ള അമ്മേന്റെ ഒരു സംസാരം കേൾക്കാൻ വേണ്ടിയാണ് അവൻ ആഗ്രഹിച്ചത്. എന്നാൽ ഇപ്പൊ കേട്ടത് വഴക്കായി പോയി. അങ്ങനെ ഇപ്പൊ അതിൽ സങ്കടപ്പെട്ട് നായകൻ അവിടുന്ന് പോകാൻ തുടങ്ങുന്നു. എന്നാൽ അതിനു മുമ്പ് നായകൻ ഒരു കാര്യം ചെയ്യുവാണ്. ഇത്ര നാളും നായകൻ ആ പേപ്പേഴ്സിൽ ഒപ്പിട്ട് കൊടുക്കാതിരുന്നത് തന്റെ അമ്മയ്ക്ക് തന്നോട് കുറച്ചെങ്കിലും സ്നേഹം ഉണ്ടെന്ന് വിചാരിച്ചിട്ടായിരുന്നു. എന്നാൽ ഇപ്പൊ അവരുടെ പെരുമാറ്റത്തിൽ നിന്ന് നായകൻ മനസ്സിലാക്കുവാണ് അവർക്ക് തന്നോട് കുറച്ചുപോലും സ്നേഹമില്ലാന്ന്. അതുകൊണ്ട് തന്നെ അവരെ ആവശ്യപ്പെട്ട പേപ്പേഴ്സില് നായകൻ സൈനും ചെയ്തു കൊടുത്തിട്ടാണ് ഇറങ്ങിപ്പോരുന്നത്. അങ്ങനെ ആ സീനോട് കെട്ടാവുന്നു. അവിടുന്ന് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നു. അങ്ങനെയൊരു ദിവസം നായകന്റെ ഫാക്ടറിയിലേക്ക് മധു എന്ന പേരുള്ള ഒരു പൊളിറ്റീഷ്യൻ എത്തുവാണ്. ഇയാള് നായകന്റെ അമ്മേന്റെയും അവളുടെ അച്ഛനായ പ്രകാശ് രാജിന്റെ എല്ലാം പാർട്ടിന്റെ മെയിൻ എതിരാളിയാണ്. അതായത് എതിർകക്ഷിക്കാരനാണ്. ഇയാളുടെ ഏറ്റവും വലിയ ചിന്ത ജനങ്ങൾക്കിടയിലുള്ള അവരുടെ സ്ഥാനം എങ്ങനെയെങ്കിലും തെറിപ്പിച്ച് അല്ലെങ്കിൽ അവർക്ക് ചീത്തപ്പേര് വാങ്ങിക്കൊടുത്ത് അവരെ ആ സ്ഥാനത്തിൽ നിന്ന് ഇറക്കി ആ സ്ഥാനം അടിച്ചെടുക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു ചിന്തയുമായിട്ട് അയാൾ നടക്കുന്ന അതേ സമയം തന്നെ വസുന്ധരന്റെ മൂത്ത മകനാണ് രമണ എന്നുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞാണ് ഇപ്പൊ നായകനെ കാണാൻ വേണ്ടി ഇപ്പൊ ഇയാൾ ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. നായകനെ വെച്ച് അയാളെ എതിരാളികളെ വീഴ്ത്താൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. അങ്ങനെ ഇപ്പൊ വന്ന ഉദ്ദേശങ്ങളെല്ലാം അയാൾ പറയുന്ന സമയം നായകൻ അയാളെ എടുത്തിട്ട് തല്ലുന്നു. ആ കുടുംബത്തിനോട് എനിക്ക് ദേഷ്യം ഉണ്ടെന്നുള്ള കാര്യം സത്യം തന്നെ എന്ന് വെച്ച് താൻ ആ ദേഷ്യം അങ്ങ് മുതലാക്കാൻ ശ്രമിക്കരുത്. എന്തൊക്കെ വന്നാലും എന്റെ അമ്മയ്ക്കെതിരായിട്ട് ഞാൻ പ്രവർത്തിക്കില്ല. ഇങ്ങനെയെല്ലാം പറഞ്ഞ് തല്ലും കൊടുത്ത് നായകൻ അയാളെ പറഞ്ഞു വിടുന്നു. എന്നാൽ അതിനിടയ്ക്ക് കൂടി അയാൾ മറ്റൊരു കാര്യം ചെയ്യുന്നുണ്ടായിരുന്നു. അതെന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നായകൻ ഇങ്ങനെ പെരുമാറിയുണ്ട് നായകൻ കൂടെ നിൽക്കില്ല എന്നാവുന്നുണ്ട് അയാൾ നായകന്റെ പണ്ടത്തെ ഒരു ഫാമിലി ഫോട്ടോ സംഘടിപ്പിച്ച് അത് മീഡിയാസിലൂടെ പുറത്തുവിട്ട് നായകന്റെ അമ്മേന്റെ നല്ല പേരല്ല മോശമാക്കാൻ ശ്രമിക്കുന്നു. ചെറുപ്രായത്തിൽ തന്നെ നൊന്ത് പ്രസവിച്ച മകനെ ഉപേക്ഷിച്ച് കളഞ്ഞ് മറ്റൊരു വ്യക്തിനെ കല്യാണം കഴിച്ച് ഇപ്പൊ അയാളോടൊപ്പം കുടുംബം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയാണ്, ഒരു മോശപ്പെട്ട സ്ത്രീയാണ് നായകന്റെ അമ്മ എന്നൊക്കെ പറഞ്ഞ്. എന്തായാലും അയാൾ ഈ പണി കേൾക്കുന്നു. പ്രസിലൂടെ മീഡിയാസിലൂടെ എല്ലാം ഇത് നല്ല രീതിയിൽ സ്പ്രെഡ് ആവുകയാണ്. അങ്ങനെ ജനങ്ങൾക്കിടയിലുള്ള നായകന്റെ അമ്മേന്റെ ജനസമ്മതി കുറഞ്ഞു വരുന്നു. ഇത് പ്രകാശ് രാജിലും ഒരുപാട് പ്രഷർ ഉണ്ടാക്കുവാണ്. ഇതേസമയം ഈ കാര്യങ്ങളെല്ലാം അറിയുന്ന നായകൻ അമ്മേന്റെ നല്ല പേരെല്ലാം നഷ്ടാവുന്നു അറിയുമ്പോൾ ഒരുപാട് സങ്കടപ്പെടുന്നു. ഈ സമയം നായകന്റെ വിഷമങ്ങളെല്ലാം കണ്ട് അവന്റെ അച്ഛൻ അവനോട് ചോദിക്കുവാണ്, പണ്ടേ നിന്നെ ഉപേക്ഷിച്ചുപോയ അവരോട് നിനക്കെന്തിനാ ഇത്ര സ്നേഹമെന്ന്. ഇത് കേൾക്കുന്ന നായകൻ അച്ഛനോട് ചോദിക്കുവാണ്, ഇത്തരം നാളും അവർ ഉപേക്ഷിച്ചുപോയ കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഇനിയെങ്കിലും അതിന് കാരണം എന്താണെന്ന് പറഞ്ഞുകൂടെ. ഈ സമയം നായകൻ അച്ഛൻ കാര്യങ്ങളെല്ലാം പറയാൻ തുടങ്ങുന്നു. അന്ന്
ലെനിനും മാർസും കൂടി ഇവരുടെ ഫാക്ടറി കത്തിച്ച് പ്രശ്നം ഉണ്ടാക്കിയില്ലേ. ആ സമയത്ത് കാര്യങ്ങളെല്ലാം അറിഞ്ഞ് സത്യമൂർത്തി അയാളുടെ ഫാമിലി കൂടി അവിടേക്ക് എത്തുന്നുണ്ടായിരുന്നു. അതിന്റെ ഇടയിലാണല്ലോ ആ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായി സത്യമൂർത്തിന്റെ അനിയത്തിന്റെ ഭർത്താവ് ലെനിനെ വെട്ടിയത്. അതേസമയം തന്നെ അവിടേക്ക് എത്തിയ അവരുടെ ഫാമിലിയുടെ കൂട്ടത്തില് നായകനും ഉണ്ടായിരുന്നു. അങ്ങനെ ആ സ്ഫോടനത്തിനിടയിൽ നായകന്റെ കണ്ണില് ചെറിയൊരു പൊള്ളലേക്കുവാണ്. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയ സമയം അവൻ ആ പൊള്ളലിന്റെ വേദന കൂടുമ്പോൾ അവന്റെ അമ്മയായ വസുന്ധര അവന്റെ അച്ഛനായ സത്യമൂർത്തിയോട് ഈ കാര്യം പറഞ്ഞ് മകനെ എത്ര വേഗം ആശുപത്രിയിൽ എത്തിക്കണമെന്ന് പറയുന്നു. എന്നാൽ ആ സമയം സത്യമൂർത്തി ആ കേസിന്റെ പുറകെയുള്ള ഓട്ടത്തിലായിരുന്നു. അതെങ്ങനെയെങ്കിലും സോൾവ് ചെയ്യാനുള്ള ശ്രമത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾക്ക് ആ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. ഈ ഒരു കാരണം കൊണ്ട് നായകന്റെ അമ്മ അച്ഛനുമായിട്ട് വഴക്കുണ്ടാക്കുന്നു. അങ്ങനെ വഴക്കിന്റെ ഒരു ഘട്ടത്തില് ഇങ്ങനെയുള്ള നിങ്ങളുടെ കൂടെ ഇനി എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് നായകന്റെ അമ്മ പറയുവാണ്. ആ ഒരു സമയത്ത് ദേഷ്യത്തിന്റെ ഫ്രസ്ട്രേഷന്റെ പുറത്ത് എന്നാ നീ ഇവിടുന്ന് പൊക്കോളെ നായകന്റെ അച്ഛനും പറയുന്നു. അങ്ങനെയാണ് നായകന്റെ അമ്മ വീട് വിട്ടിറങ്ങിയത്. നായകനെ കൂടെ കൊണ്ടുപോകാൻ വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ടായിരുന്നെങ്കിലും നായകന്റെ അച്ഛൻ വിട്ടുകൊടുക്കുന്നുണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് നായകന്റെ അച്ഛനെ ആ കേസിൽ പോലീസ് പിടിച്ചത്. അങ്ങനെ നായകന്റെ അച്ഛൻ പോയതിനു ശേഷം നായകനെ നോക്കി വളർത്തിയതല്ല നായകന്റെ ആന്റിയാണെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. അങ്ങനെയിരിക്കുന്ന അതേ സമയം തന്നെ നായകന്റെ അമ്മ കോടതി വഴി അവരുടെ ഡിവോഴ്സ് മൂവ് ചെയ്യുവാണ്. ഇങ്ങനെ കോടതിയിൽ ആ ഹിയറിംഗ് വിളിക്കുന്ന സമയത്ത് ഡിവോഴ്സിനുള്ള കാരണം ചോദിക്കുമ്പോൾ നായകന്റെ അച്ഛനോടുള്ള ദേഷ്യം കൊണ്ട് വസുന്ധര പറയുവാണ് ഫാക്ടറി കത്തിച്ച ലെനിന്റെ തല വെട്ടിയത് എന്റെ ഭർത്താവായ ഈ മനുഷ്യനാണ്. അങ്ങനെയുള്ള ഒരാളുടെ കൂടെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന്. അങ്ങനെ അപ്പത്തെ ദേഷ്യം കൊണ്ട് നായകന്റെ അമ്മ നായകന്റെ അച്ഛന്റെ തലയെ കെട്ടിവെച്ചു. അങ്ങനെയാണ് നായകന്റെ അച്ഛൻ ആ ശിക്ഷയേറ്റ് വാങ്ങി ജയിലിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെയാണെങ്കിലും സംഭവിച്ചുപോയ കാര്യങ്ങളിലെല്ലാം തന്റെ ഭാഗത്തും തെറ്റുണ്ട്. ഇത് മനസ്സിലാക്കിയോണ്ടായിരുന്നു ജയിലിൽ നിന്ന് റിലീസായതിനു ശേഷവും നായകന്റെ അച്ഛൻ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ പോവാതെ അങ്ങനെ ഒരു സാധാരണ ജീവിതം ജീവിച്ചു വന്നത്. അങ്ങനിപ്പോ പ്രസന്റിൽ നായകനോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു തീർന്ന് നായകന്റെ അച്ഛൻ പറയുവാണ് എന്റെ ഭാഗത്തും അവളുടെ ഭാഗത്തും തെറ്റുകളുണ്ട്. അതൊക്കെ ശരി തന്നെ. എന്നാലും ഞാൻ ജയിലിലായതിനു ശേഷം ഒറ്റയ്ക്കായി പോയ നിന്നെ അവള് വന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നു ഞാൻ വിചാരിച്ചു. എന്നാൽ അവള് ചെയ്തത് അങ്ങനെയല്ലല്ലോ. മറ്റൊരു വ്യക്തിനെ കല്യാണം കഴിച്ച് അവള് കുടുംബം നടത്തിയില്ലേ. നിന്റെ സ്ഥാനത്ത് അയാളുടെ കുട്ടീനെ അവള് നോക്കി വളർത്തിയില്ലേ. ഇങ്ങനെല്ലാം പറഞ്ഞ് നായകന്റെ അച്ഛൻ ഒരുപാട് ഇമോഷണൽ ആവുന്ന സമയം നായകനും ആകെ സൈലന്റ് ആവുന്നു. ഇതേ സമയം നായകന്റെ മുത്തച്ഛൻ നായകനെ ഒതുക്കാൻ വേണ്ടി പല പല കാര്യങ്ങളും പല പല വഴിക്കും ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. എന്നാൽ അതിൽ നിന്നല്ല നായകൻ സ്കൗട്ട് ആവുന്നു. എന്നാൽ അങ്ങനെയിരിക്കുന്ന ഒരു സമയത്ത് മറ്റൊരു കാര്യം സംഭവിക്കുകയാണ്. അതെ, മന്ത്രിയായ നായകന്റെ അമ്മ എവിടേക്കോ ട്രാവൽ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന സമയം വഴിയിൽ വെച്ച് അവളുടെ കാറിലേക്ക് ഒരു ലോറി വന്നിരിക്കുന്നു. അങ്ങനെ വലിയൊരു അപകടം ഉണ്ടാവുകയാണ്. അടുത്ത സീനിലെ കാര്യങ്ങൾ അറിഞ്ഞ് നായകൻ ആശുപത്രിയിലേക്ക് ഓടി പാഞ്ഞെത്തുവാണ്. എന്നാൽ ഈ സമയം പ്രകാശ് രാജ് നായകനെ അമ്മേനെ ഒന്ന് കാണിക്കാൻ പോലും തയ്യാറാവുന്നില്ല. അവൾക്ക് ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് പോലും പറഞ്ഞു കൊടുക്കുന്നില്ല. അങ്ങനെ പാവം നമ്മുടെ നായകൻ ടിവിയിൽ വരുന്ന ന്യൂസുകളെല്ലാം കേട്ടാണ് അമ്മയുടെ ആരോഗ്യനിലയെല്ലാം മനസ്സിലാക്കുന്നത്. എന്നാലും നായകന്റെ അമ്മയ്ക്ക് കാര്യമായിട്ടൊന്നും പറ്റിയിട്ടില്ലായിരുന്നു. ചെറിയ ചെറിയ പരിക്കുകളേ ഉള്ളൂ. അതെല്ലാം കഴിഞ്ഞ് ഒരു പ്രസ് മീറ്റിലൂടെ നടന്ന കാര്യങ്ങളെല്ലാം അവര് മീഡിയാസിനോട് തുറന്നു പറയുന്നു. അതിൽ തനിക്കിപ്പോ പ്രശ്നമില്ലാന്നും നായകന്റെ അമ്മ അവരോട് പറയുന്നു. ഇത് ഈ സമയം ഇന്റർവ്യൂ ചെയ്യാമെന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് കേട്ടപ്പോഴാണ് നായകന് സമാധാനാവുന്നത്. അങ്ങനെ ഇപ്പൊ അവരുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് നായകനെ ഈ കാര്യങ്ങളെല്ലാം കേൾക്കുന്നതും സമാധാനിക്കുന്നതെല്ലാം മീഡിയാസിനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന നായകന്റെ അമ്മ നോട്ട് ചെയ്യുന്നു. ഇപ്പോഴാണ് അവർ മറ്റൊരു കാര്യം ഓർക്കുന്നത്. അന്ന് നായകന്റെ അമ്മ നായകന്റെ അച്ഛനുമായിട്ട് പ്രശ്നം ഉണ്ടാക്കി വീട് വിട്ട് ഇറങ്ങി പ്രകാശ് രാജിന്റെ വീട്ടിലേക്ക് എത്തിയതിനു ശേഷം പലതവണ ആലോചിക്കുന്നുണ്ടായിരുന്നു ഒറ്റയ്ക്കായി പോയ തന്റെ മകനെ തന്റെ കൂടെ കൂട്ടിക്കൊണ്ടുവരണമെന്ന്. ഒരു ഘട്ടത്തിൽ ഒരുപാട് ആലോചിച്ച് അവൾ അതിനെപ്പറ്റി അച്ഛനോട് പറയുകയും ചെയ്യുന്നു. എന്നാൽ ആ സമയത്ത് അയാൾ പറയുന്ന കാര്യം ഇതായിരുന്നു, നീ എന്റെ വാക്ക് കേൾക്കാതെ ആ സത്യനാരായണനെ ലവ് മാരേജ് ചെയ്തു. ഇത്രയും നാൾ അവന്റെ കൂടെ ജീവിച്ചു. ഇപ്പൊ ജീവിതം ഇങ്ങനെയൊക്കെ ആയപ്പോ നീ എന്റെ അടുത്തേക്ക് തിരികെ വന്നില്ലേ. സോ ഇനിയെങ്കിലും ഞാൻ പറയുന്നത് കേക്ക്. ഞാൻ പറയുന്നല്ല, നീ ഒരു ജീവിതം ഉണ്ടാക്ക്. പിന്നെ സത്യനാരായണനുണ്ടായ നിന്റെ മകൻ, അവന്റെ കാര്യം നിന്നെ ആലോചിക്കണ്ട. അവന്റെ ജാതി ഏതാ, നമ്മുടെ ജാതി ഏതാ. ആ കുട്ടി നമ്മുടെ വീട്ടിൽ വളരാൻ പാടില്ല. അതുകൊണ്ട് ആ കുട്ടീനെ പറ്റി ആലോചിക്കണ്ട. ഇനി അവനെ പറ്റി നീ ആലോചിച്ചാ അവനെ ഇല്ലാതാക്കാനും ഞാൻ മടിക്കില്ല. ഇങ്ങനെയും കൂടി പറഞ്ഞ് വസുന്ധരനെ പ്രകാശ് രാജ് വരട്ടിയോണ്ടാണ് വസുന്ധര ഒന്ന് നായകനെ കൂട്ടിക്കൊണ്ട് വരാനോ അവനെ ഒന്ന് കാണാനോ അവനോട് സ്നേഹമായിട്ട് പെരുമാറാനോ തയ്യാറാവാത്തത്. സോ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ ഇത്രയും നാളും തന്റെ മകനോട് സ്നേഹമില്ലാത്ത പോലെ വസുന്ധര അഭിനയിക്കുമായിരുന്നു തന്റെ അച്ഛനെ ഇന്ന് അവനെ സേവ് ചെയ്യാൻ. അത് മാത്രമല്ല അന്ന് ഈ പ്രകാശ് രാജ് ഇതേ കാര്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയായിരുന്നു അവളെ കൊണ്ട് അയാൾക്ക് പരിചയമുള്ള ഒരു വ്യക്തിയുമായിട്ട് അവളുടെ കല്യാണം നടത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഈ പ്രസ് മീറ്റിന്റെ സമയത്ത് ഇതെല്ലാം വസുന്ധര ആലോചിക്കുന്നതായിട്ട് കാണിച്ചുകൊണ്ട് അങ്ങനെ ആ സീനോട് കട്ടാക്കുവാണ്. അടുത്ത സീനിൽ അവരവിടുന്ന് പോകാൻ തുടങ്ങുന്ന സമയം അവിടെ നിൽക്കുന്ന നായകനടുത്തേക്ക് പ്രകാശ് രാജ് ഒന്ന് പറയുവാണ്, നിന്റെ അമ്മയോട് ദേഷ്യമുള്ള ദാസ് എന്ന് പറയുന്ന റൗഡിയാണ് ഈ കാര്യം ചെയ്തത്. സോ നീ അമ്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം പോയി അവന്റെ കഥ തീർക്കാൻ. അയാൾ ഇങ്ങനെ പറയുന്നത് അവൻ പോയി അയാളെ കൊന്നാം, അതിന്റെ പേരിൽ നായകനകത്താക്കാലോ, അതോടുകൂടി നായകന്റെ ആ ശല്യം ഒഴിവാക്കാലോ, അതിനു വേണ്ടിയാണ്. അങ്ങനെ ഇപ്പൊ അതും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി വരുന്ന സമയം അയാളോട് അയാളുടെ വക്കീല് ചോദിക്കുവാണ്, എന്തിനാണ് സാർ ഇല്ലാത്തൊരു കാര്യം അവനോട് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് അവനെ കുഴിയിൽ ചാടിക്കാൻ ശ്രമിക്കുന്നതെന്ന്. ഒന്നുമില്ലല്ലോ അവനും സാറിന്റെ പേരക്കുട്ടിയല്ലേ എന്ന്. ഈ സമയം അയാൾ പറയാണ്, പിന്നെ പേരക്കുട്ടി തനിക്കറിയത്തില്ലേ, പണ്ട് കാസ്റ്റ് വെച്ച് ഒരുപാട് രാഷ്ട്രീയം ചെയ്ത ഒരാളാണ് ഞാൻ. അങ്ങനെയുള്ള എന്റെ മകള് തന്നെ ഒരു ഇന്റർകാസ്റ്റ് മാരേജ് കഴിച്ച് അങ്ങനെ പോയപ്പോ അതുവഴി രാഷ്ട്രീയത്തില് എന്റെ ഡിമാൻഡ് ഇടിഞ്ഞു. എല്ലാവരുടെയും മുമ്പിൽ ആദർശവാനായി ഞാൻ അങ്ങില്ലാതായി പോയി. അന്ന് മുതൽ എന്റെ ഉള്ളിൽ കിടക്കുന്ന പകയാണിത്. ഇപ്പൊ ദൈവമായിട്ടാണ് എന്റെ മകൾ ആ ബന്ധം വേണ്ടാന്നും പറഞ്ഞ് എന്റെ വീട്ടിലേക്ക് തിരികെ എത്തിയത്. ഇനി എന്തൊക്കെ വന്നാലും ഞാനിത് നല്ല രീതിയിൽ മുതലാക്കും. അതുവഴി രാഷ്ട്രീയത്തിൽ നഷ്ടമായി പോയ എന്റെ സ്ഥാനം ഞാൻ വീണ്ടും ഉറപ്പിക്കും. ഇങ്ങനെയെല്ലാം പറഞ്ഞ് അയാൾ മറ്റൊരു കാര്യം കൂടി പറയുന്നു. അതെന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അന്ന് സത്യനാരായണന്റെ ആ ഫാക്ടറിയിൽ തീയിട്ടതെല്ലാം നശിപ്പിച്ചു കളഞ്ഞത് ഈ പ്രകാശ് രാജായിരുന്നു. അതും അവരോടുള്ള ദേഷ്യം കൊണ്ടായിരുന്നു, അവരെ തകർക്കാൻ വേണ്ടിയായിരുന്നു. എന്നിട്ട് അതിന്റെ കുറ്റം ഓൾറെഡി നായകന്റെ ഫാമിലിയായിട്ട് പ്രശ്നത്തിലുള്ള ലെനിന്റെയും മാർസിന്റെ തല വെച്ചു കൊടുത്തു. എന്നിട്ട് അവരെ തമ്മിൽ തെളിച്ച് അതിനുള്ള സത്യനാരായണന്റെ കുടുംബം തകർത്തു. അതിനുശേഷം വീട്ടിലേക്ക് എത്തിയ നായികനെ, ഇവിടെ നായിക എന്ന് ഞാൻ പറഞ്ഞത് നായകന്റെ അമ്മേനെയാണ് കേട്ടോ, വേണ്ട രീതിയിൽ ഭീഷണിപ്പെടുത്തി മകനുമായിട്ടുള്ള ബന്ധവും അയാൾ കട്ടിയിപ്പിച്ചു. അതിനുശേഷം അയാൾക്ക് പരിചയമുള്ള ഒരു വ്യക്തിയുമായിട്ട് അവളുടെ കല്യാണം നടത്തിക്കൊടുത്ത് അവളെ പുതിയൊരു ജീവിതത്തിലേക്ക് ഇറക്കുവാണ്. അതിൽ അവൾക്കൊരു കുട്ടി ഉണ്ടായിരുന്നല്ലോ, ഇപ്പൊ അവനെ വാരിസാക്കി അവനെ രാഷ്ട്രീയത്തിലേക്ക് ഇറക്കി അതുവഴി നേട്ടം കൊയ്യാനാണ് അയാൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ
അയാൾ അയാളുടെ പ്ലാനിംഗ് എല്ലാം കറക്റ്റ് ആയിട്ട് തുറന്നു പറയുമ്പോൾ ജാതിക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു വ്യക്തിയാണ് അയാൾ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുന്നു. അടുത്ത സീനിൽ നമ്മുടെ നായകനെ കാണിക്കുന്നു. നേരത്തെ പ്രകാശ് രാജ് പറഞ്ഞത് വിശ്വസിച്ച് നായകനിപ്പോ ദാസ് എന്ന് പറയുന്ന റൗഡിയുടെ അടുത്തേക്ക് എത്തി. അയാളെ വേണ്ട രീതിയിൽ എടുത്ത് പെരുമാറുമ്പോഴാണ് അയാൾ തെറ്റും ചെയ്തിട്ടില്ല എന്ന് നായകൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് ചെയ്ത് ആരായിരിക്കുന്നു നായകൻ ഈ സമയം വിശദമായിട്ടൊന്ന് അന്വേഷിക്കുന്നു. അങ്ങനെ നായകൻ കണ്ടുപിടിക്കുകയാണ് അതാരാണെന്ന്. അടുത്ത സീനിൽ പ്രകാശ് രാജിനെ അയാളുടെ ആൾക്കാരെയും കാണിക്കുന്നു. അയാളിപ്പോ അയാളുടെ കൊച്ചുമകനെ രാഷ്ട്രീയത്തിൽ ഇറക്കാൻ തീരുമാനിച്ചല്ലോ. അങ്ങനെ ഇപ്പൊ അതിനുവേണ്ട ട്രെയിനിങ് എല്ലാം അവനെ കൊടുത്തോണ്ടിരിക്കുന്ന സമയത്തും അവനാണെങ്കിൽ ഇത് റെഡി ആവാത്തോണ്ട് എല്ലാം കുളമായി പോവാണ്. ഇത് കാണുന്ന സമയത്ത് പ്രകാശ് രാജിനാകെ ദേഷ്യം വരുന്നു. അവനെ തല്ലാൻ കഴിയാത്തോണ്ട് ആ ദേഷ്യം മുഴുവൻ അയാൾ അവന്റെ അച്ഛനിൽ തീർക്കുവാണ്. അതായത് വസുന്ധരന്റെ രണ്ടാമത്തെ ഭർത്താവിനെ വടിവെച്ച് ഒരുപാട് തല്ലുന്നു. അങ്ങനെ തല്ലെല്ലാം കൊണ്ട് ഒടുവില് വസുന്ധരന്റെ രണ്ടാമത്തെ ഭർത്താവ് പ്രകാശ് രാജിനോട് പറയുവാണ്, നിങ്ങളുടെ ഗുണങ്ങളൊന്നും അവന് കിട്ടിയിട്ടില്ല, അത് സത്യമാണ്. അതിന് എന്നെ തല്ലിയിട്ട് കാര്യമില്ല, അതിന് കാരണം മറ്റൊന്നാണ്. ശരിക്കും അവൻ നിങ്ങളുടെ കൊച്ചുമകനല്ല, അവൻ എനിക്കും വസുന്ധരയ്ക്കും ഉണ്ടായതല്ല. അന്ന് വസുന്ധര വീട്ടിലേക്ക് തിരികെ എത്തിയതിനു ശേഷം നിങ്ങൾ നിർബന്ധിച്ച് അവളുമായിട്ടുള്ള എന്റെ കല്യാണം നടത്തി, അത് ശരിയാ. പക്ഷെ അന്ന് മുതൽ ഇന്ന് വരെ അവൾ എന്നെ ഭർത്താവായിട്ട് കണ്ടിട്ടില്ല. ആ ഒരു ജീവിതം ഞങ്ങൾ ജീവിച്ചിട്ടില്ല. ഇതെല്ലാം കേൾക്കുന്ന പ്രകാശ് രാജ് ആകെ ബ്ലാങ്കാവുന്നു. അപ്പൊ ഇവൻ ആർക്കുണ്ടായതാണെന്ന് അയാളിപ്പോ വസുന്ധരന്റെ രണ്ടാമത്തെ ഭർത്താവിനോട് ചോദിക്കുമ്പോൾ അയാൾ പറയുകയാണ്, എല്ലാം നിങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി വസുന്ധര കാട്ടിക്കൂട്ടിയതാണ്. ഒരു കുട്ടീനെ വയറ്റി ചുമക്കുന്ന പോലെ നിങ്ങളുടെ മുമ്പിൽ അവൾ അഭിനയിച്ചു. എന്നിട്ട് ഞാനുമായിട്ടുള്ള ബന്ധത്തില് ഞങ്ങൾക്കുണ്ടായ കുട്ടിയാണെന്ന് കാണിക്കാൻ വേണ്ടി അവൾ ഇവനെ ദത്തെടുത്തതാണ്. ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് പ്രകാശ് രാജ് ആകെ വല്ലാതാവുന്നു. ഈ സമയം വസുന്ധരന്റെ ഭർത്താവ് പറയുകയാണ്, അവൾ അങ്ങനെയെല്ലാം ചെയ്യാൻ കാരണം അവൾക്ക് അവളുടെ മകനോടുള്ള സ്നേഹമായിരുന്നു. നിങ്ങൾ അവനെ കൊല്ലുമെന്ന് പറഞ്ഞിട്ടുള്ള പേടി കൊണ്ടായിരുന്നു. ഇതെല്ലാം കേൾക്കുന്ന പ്രകാശ് രാജ് എന്താ പറയണ്ടേ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ചത്ത അവസ്ഥയിൽ അങ്ങനെ അവിടെ ഇരിക്കുവാണ്. ഇത്രയും ആഗ്രഹിച്ച് തന്റെ സ്ഥാനമാനങ്ങളെല്ലാം കൊടുക്കാനിരുന്ന ഈ വ്യക്തി തന്റെ കൊച്ചുമകനെല്ലാം അറിയുമ്പോൾ അയാൾ ശരിക്കും തകർന്നു പോകുന്നുണ്ട്. ഇതേ സമയം തന്നെ ഈ കാര്യങ്ങളെല്ലാം കേട്ടോണ്ട് അവിടേക്ക് നമ്മുടെ നായകനെത്തുന്നു. അങ്ങനെ തന്റെ അമ്മയ്ക്ക് തന്നോട് സ്നേഹമുണ്ട്, ഇന്ന പല കാര്യങ്ങളുള്ളതുകൊണ്ടാണ് അമ്മ എന്ന് അങ്ങനെ പെരുമാറി എന്നുള്ള കാര്യങ്ങളെല്ലാം നായകൻ മനസ്സിലാക്കി. എന്നാലും നായകൻ ഈ കാര്യങ്ങളെല്ലാം കേട്ടല്ലോ. ഇതറിയുന്ന പ്രകാശ് രാജ് ഇനി ഇവന്റെ മുമ്പിൽ എങ്ങനെ പിടിച്ചു നിൽക്കുമെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ ഇപ്പൊ ആ വിഷയം മാറ്റാൻ വേണ്ടി, എന്തായി മോനെ, നീ നിന്റെ അമ്മേനെ കൊല്ലാൻ ശ്രമിച്ച ദാസ് എന്ന് പറയുന്ന ഗുണ്ടനെ കൊന്നോന്ന് ചോദിക്കുന്നു. ദാസിനെ കൊല്ലാൻ ചെന്നതാണ്. അപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലാക്കിയത്. പക്ഷെ അതിന് ശ്രമിച്ച ആളെ എനിക്ക് കൊല്ലാൻ കഴിയില്ല, കാരണം അതെന്റെ മുത്തശ്ശനാണ്. ഇങ്ങനെയും പറഞ്ഞ് നമ്മുടെ നായകൻ മുത്തശ്ശനെ ചെറിയ ചവിട്ടി താഴെ ഇടുന്നു. എന്നിട്ട് അയാളെ കൊങ്ങയ്ക്ക് പിടിക്കുവാണ്. ഈ സമയത്താണ് നമുക്ക് കാര്യങ്ങളെല്ലാം കാട്ടിത്തരുന്നത്. ഈ പ്രകാശ് രാജ് അയാളുടെ കൊച്ചുമകനെ രാഷ്ട്രീയത്തിലേക്ക് ഇറക്കാൻ തീരുമാനിച്ചിരിക്കുവായിരുന്നല്ലോ. സോ അതിലവന് നല്ല വോട്ട് കിട്ടണമെങ്കിൽ അവന്റെ അമ്മയായ, അതായത് ഈ പ്രകാശ് രാജിന്റെ മകളായ വസുന്ധരനെ ഇല്ലാതാക്കണം. അതുവഴി ഒരുപാട് സഹതാപ വോട്ടുകൾ ഇവന് കിട്ടും. ഈ ഒരു കാര്യം പ്ലാൻ ചെയ്താണ് സ്വന്തം മകളാണെന്ന് പോലും നോക്കാതെ അയാളെ ലോറി ഇടിപ്പിച്ച് നായകന്റെ അമ്മേനെ കൊല്ലാൻ ശ്രമിച്ചത്. അതിനിപ്പോ കണ്ടുപിടിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞ് നായകൻ അയാളുടെ കൊങ്ങയ്ക്ക് പിടിച്ചമർത്തുവാണ്. ഇതേ സമയം തന്നെ വസുന്ധര ഈ കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ട് അവിടേക്ക് വരുന്നു. അങ്ങനെ മകനെ തടഞ്ഞ് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അവള് അച്ഛനോട് ഒരുപാട് ദേഷ്യപ്പെടുവാണ്. അച്ഛൻ അതെന്റെ മകനെ കൊല്ലുമെന്ന് പറഞ്ഞപ്പോ അവന്റെ ആ പ്രായം ആയതുകൊണ്ട് ഞാനൊന്ന് പേടിച്ചു, അതുകൊണ്ട് അച്ഛന്റെ വാക്ക് കേട്ടു നിന്നു. എന്ന് ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നിങ്ങളിൽ ഒരാൾക്കും എന്റെ മകന്റെ രോമത്ത് തൊടാൻ പോലും കഴിയില്ല. അതുകൊണ്ട് ഇനി എനിക്ക് അഭിനയിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഇപ്പൊ തന്നെ ഞാൻ എന്റെ മകന്റെ കൂടെ അവന്റെ വീട്ടിലേക്ക് പോവാണ്. അടുത്ത സീനിൽ അവര് വീട്ടിലേക്ക് എത്തുമ്പോൾ ഇത്രയും കൊല്ലങ്ങൾക്ക് ശേഷം വസുന്ധര തിരികെ വന്നത് കണ്ടിട്ട് വീട്ടുകാരൊക്കെ ഒരുപാട് സന്തോഷിക്കുന്നു. അതുപോലെ നായകന്റെ അച്ഛൻ അന്ന് വസുന്ധരനെ പിരിഞ്ഞ അന്ന് മുതലേ അവളോട് ദേഷ്യം കാണിക്കുന്നുണ്ടായിരുന്നെങ്കിലും അവളുടെ ഓർമ്മകളിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. അങ്ങനെ ഇപ്പൊ എന്തായാലും ഇവള് തിരിച്ചു വന്നതോടെ ആ ഒരു പ്രശ്നം തീരുവാണ്. അങ്ങനെ അവർ ഒരുമിക്കുന്നു. അങ്ങനെ ഇതെല്ലാം കാണുന്ന നായകനും കുടുംബം ഒരുപാട് സന്തോഷിക്കുന്നു. അങ്ങനെ ഇത്തരത്തിലുള്ള ഒരു ഹാപ്പി എൻഡിങ് കാണിച്ചുകൊണ്ടാണ് ഈ ഒരു മൂവി അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ മൂവി എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മൂവി ഇഷ്ടമായോ? ഈ മൂവി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പൊ എന്തായാലും ഈ വീഡിയോ കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ എൻഡ് ചെയ്യുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.